ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മളായിരുന്ന ഇടങ്ങളിലൊക്കെയും നമ്മെ പരിപാലിച്ച് കാത്ത് സംരക്ഷിച്ച സർവശക്തനായ ദൈവത്തിന് എത്ര നന്ദി കരയേറ്റിയാലും മതിയാവത്തില്ല. ഈ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 27 ദിവസവും നമ്മളെ കാത്തു പരിപാലിച്ച ദൈവം അവൻ ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തു പരിപാലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ മാസം തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ നിവർത്തീകരണത്തെക്കുറിച്ചുള്ള മെസ്സേജുകളാണ്. അനേകം പേർക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമായി തീർന്നുവെന്ന് അറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഈ മെസ്സേജ് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ഒരു ഭാഗമായി മാറണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അത് മുഴുവനും വായിക്കാൻ നമുക്ക് സമയം പോരാ. അതുകൊണ്ട് അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ച് അതിൽ നിന്നുള്ള ദൈവികമായിട്ടുള്ള പരിപൂർണത നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അടുത്ത 10-ാം വാക്യം: ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവയുടെ ദൂരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷവും ഒലിവുപഴവും മുന്തിരിവള്ളിയും അത്തിപ്പഴവും കായ്ക്കുമോ? ആമേൻ. ഉപ്പുറവയിൽ നിന്ന് മധുരവും ഉള്ള വെള്ളം പുറപ്പെടുകയില്ല. നാവിനെ കുറിച്ചുള്ള ഒരു ദൈവിക സന്ദേശമാണ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആമേൻ. നമ്മൾ പലപ്പോഴും കൃപയിൽ വീണു പോകുന്നത്, നമ്മുടെ അനുഗ്രഹത്തിൽ നിന്ന് മാറിപ്പോകുന്നത്, ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങൾ നമ്മളിൽ നിവർത്തീകരിക്കാത്ത നമ്മുടെ നാവാണ്. നാവ് ചെറിയ അവയവമാണെങ്കിലും അതൊരു വലിയ കാട് കത്തിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു വലിയ മരത്തിൽ നിന്നാണ് തീപ്പെട്ടി തിരി ഉണ്ടാക്കുന്നത്. അതിൽ ഒരു തിരി കൊണ്ടാണ് ഒരു വലിയ കാട് കത്തിക്കുന്നത്. അന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അവയവമായ ചെറിയ നാവാണെങ്കിലും അത് വലിയ വമ്പ് പറയുന്നു. അത് അനേകം പേർക്ക് ശാപത്തിന്റെ വാക്കുകൾ പറഞ്ഞ് നമ്മൾ അവരെ ഇല്ലാതാക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ടാപ്പിൽ നിന്നും ഒരിക്കലും കലക്ക വെള്ളവും അതേ ടാപ്പിൽ നിന്നും നമുക്ക് നല്ല വെള്ളവും വരത്തില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മളെല്ലാം പായസം കുടിക്കുന്നവരാണ്. പക്ഷേ അതിൽ നെയ്യ് അധികമായാൽ ആ പായസം എത്ര മധുരമുണ്ടെങ്കിലും നമ്മൾ കുടിക്കത്തില്ല. കാരണം എന്താ അറിയാമോ? അതിന് പാകുന്ന രീതിയിലുള്ള നെയ്യ് ഉണ്ടെങ്കിലേ നമുക്ക് ആ പായസം കുടിക്കാൻ രുചി കൊള്ളത്തുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതായിരിക്കണം. കാരണം നാവിലൂടെയുള്ള ദൈവത്തിന്റെ പരിപൂർണത നമ്മളിൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴൊക്കെ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ നാവ് തന്നെയാണ്. പലപ്പോഴും നമ്മൾ നാവ് കൊണ്ടാണ് പലരെയും ആക്രമിക്കുന്നത്, പലരെയും അപവാദം പറയുന്നത്, കുറ്റം പറയുന്നത്, അവരെ കുറിച്ച് അപമാനമായ രീതിയിലുള്ള കഥകൾ മെനഞ്ഞു വിടുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ എപ്പോഴും ദൈവത്തിലും ദൈവവചനത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ആ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കാൻ എന്റെ നാവിനെ ഞാൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. അവൻ സങ്കീർത്തനം 39 പോകുമ്പോൾ അവൻ ദുഷ്ടന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. നമ്മുടെ നാവിനെ ആമേൻ ഒരു കുതിരയുടെ കടിഞ്ഞാണിട്ട് കുതിരയെ നിയന്ത്രിക്കുന്ന പോലെ നിയന്ത്രിക്കാൻ തയ്യാറായാൽ ചില അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തടസ്സമായത് ഈ നാവിലൂടെയാണ്. അതെല്ലാം പുറത്തു വരും. ആ ദൈവിക അനുഗ്രഹത്തിന്റെ ഒരു നിവൃത്തീകരണം നിങ്ങളിലും എന്നിലും ഉണ്ടാകുവാൻ, നമ്മുടെ നാവുകളെ നിയന്ത്രിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. May God bless you. Jesus loves you. God be with you.